നവരാത്രി ഒന്നാം ദിവസം ശൈലപുത്രി ദേവി. നവരാത്രി ഒന്നാം ദിവസം നാം ആരാധിക്കുന്നത് ശൈലപുത്രി ദേവിയെയാണ്. ഹിമവാന്റെയും, അതായത് പർവ്വത രാജാവായ ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായ ശ്രീ പാർവതി തന്നെയാണ് ശൈലപുത്രി. ശൈലത്തിന്റെ മകളായതിനാൽ ശൈലപുത്രി എന്നറിയപ്പെടുന്നു. പൂർവജന്മത്തിൽ ദക്ഷന്റെ പുത്രിയായ സതിയായിട്ടായിരുന്നു ശൈലപുത്രി ദേവി അവതരിച്ചത്. നന്ദി എന്ന വൃഷഭത്തിൽ ആരൂഢയായി ഇരു കൈകളിൽ ത്രിശൂലവും താമരയുമേന്തി നിൽക്കുന്ന ദുർഗാഭാവമാണ് ശൈലപുത്രി ദേവിയുടേത്. നവദുർഗമാരിൽ ആദ്യത്തെ ദിവസം നാം ആരാധിക്കുന്നത് ശൈലപുത്രി ദേവിയെയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നുചേർന്ന മൂർത്തിഭാവമാണ് ശൈലപുത്രി. സതി, ഭവാനി, പാർവതി, ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിക്കുണ്ട്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി. ശൈലപുത്രി ധ്യാനം. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർദ്ധകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. മാതൃസ്വരൂപിണിയായ ജഗദീശ്വരിയാണ് ശൈലപുത്രി ദേവി. മൂലാധാര ചക്രത്തിൻ്റെ ദേവതയാണ് ശൈലപുത്രി ദേവി. ഒരാളിൽ ആത്മീയ ഉണർവുണ്ടാകുമ്പോൾ അയാൾ ജീവിത ലക്ഷ്യം മനസ്സിലാകുന്നു. ആ ജീവിത ലക്ഷ്യം മനസ്സിലാക്കുമ്പോൾ അവിടെ അയാളുടെ യാത്ര ആരംഭിക്കുന്നു. അതിന് ശൈലപുത്രി ദേവിയുടെ അനുഗ്രഹം നമ്മൾക്കേവർക്കും ആവശ്യവുമാണ്. എല്ലാവരെയും ശൈലപുത്രി ദേവിയുടെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. അമൂല്യമായ മനുഷ്യജീവനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ശൈലപുത്രിയെ ആരാധിക്കണമെന്ന് പറയപ്പെടുന്നു. ശൈലപുത്രി ദേവി ഭാഗ്യവും ഐശ്വര്യവും നൽകുന്നവളാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഓം ശൈലപുത്രി ദേവിയെ നമഃ.